സ്നേഹമുള്ളവരെ, വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ 2 ആഴ്ച വീഡിയോ ഒന്നും വന്നില്ല. പലരും വിളിച്ച് ചോദിച്ചു, യൂട്യൂബൊക്കെ അടച്ചുകൂട്ടി പോയോ, എന്താ സംഭവം? ആദ്യത്തെ ഒരാഴ്ച കുറച്ച് തിരക്കായിരുന്നു. ഒരു ബ്ലെസ്സിങ് നടക്കുന്നതിൻ്റെയും അങ്ങനെയുള്ള ഒരു തിരക്കൊക്കെ ആയതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയില്ല. കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ എടുക്കാമെന്ന് ഓർത്തപ്പോൾ പനി പിടിച്ച് കിടപ്പിലായിപ്പോയി. പിന്നെ സൗണ്ടൊന്നുമില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് എന്ത് പറയാനാണ് എന്നുള്ളത്. പക്ഷേ ഈ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വരുമ്പോൾ എന്ത് പറയണം എന്നാണ് ഇപ്പോൾ. കാരണം 2 ആഴ്ച നിങ്ങൾ ഇന്ന് അകന്നു നിന്നപ്പോൾ തന്നെ ഒരു ടച്ച് വിട്ടുപോയ പോലെയും ഒരു ഒന്നും മനസ്സിലേക്ക് വരാത്തൊരവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം ഉബൈദ് എന്ന ഒരു യൂട്യൂബറിൻ്റെ ഒരു വീഡിയോ കാണാൻ ഇടയായത്. അപ്പോൾ ആ വ്യക്തിയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം വളരെ നല്ല കാര്യങ്ങളാണ് ആ ഒരു വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരും യൂട്യൂബിലൂടെ പണം സമ്പാദിച്ച് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഈ വ്യക്തി ആദ്യമേ കണ്ട വീഡിയോസിലൊക്കെ ഞാൻ കണ്ടത് ഒരു പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ ആളുകളെ കാത്തു നിൽക്കുക, പെട്രോൾ അടിക്കാൻ പോകുന്നവരുമായിട്ട് സംസാരിച്ച് 30 സെക്കൻഡിൻ്റെ ഒരു ചലഞ്ച് കൊടുക്കുക. ആ ഒരു 30 സെക്കൻഡ് കൊണ്ട് എന്തോരം പെട്രോൾ അടിക്കുക അതിൻ്റെ പൈസ ആൾ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആളെ ഫോളോ ചെയ്യുന്നവർക്ക് വീണ്ടും അതിൻ്റേതായിട്ടുള്ള പൈസ കൊടുക്കുന്ന അങ്ങനെ ഒത്തിരിയേറെ നല്ല വീഡിയോസും കണ്ടു. അങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം യാദൃശ്യമായി ഒരു വീഡിയോ കാണുന്നത്. ആ വീഡിയോ കണ്ട കാര്യം ഇതാണ്: അലി എന്ന ഒരു വ്യക്തി ഈ ഉബൈദിനെ കാണുമ്പോൾ ഓടി വന്ന്, നിങ്ങളുടെ വീഡിയോ ഞാൻ കാണാറുണ്ട്, നല്ലതാണ്, ദൈവം അനുഗ്രഹിക്കട്ടെ, നല്ലതായിട്ട് എല്ലാവർക്കും ഉപകാരപ്പെട്ട് എന്ന് പറഞ്ഞ് കടന്നു പോവുകയാണ്. നിങ്ങൾ സൂപ്പറാണ് എന്ന് ആ വ്യക്തിയെ കെട്ടിപ്പിടിക്കുമ്പോൾ ഈ ഉബൈദ് ചോദിക്കുന്നത്, നിങ്ങൾ എൻ്റെ ഫോളോവറാണ്? തീർച്ചയായും ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ 200ൻ്റെ നോട്ടെടുത്ത് എണ്ണാം എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി പറയുന്ന മറുപടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രേരകമായി തീർന്നു. ആദ്യമായിട്ടാണ് ഞാനൊരു യൂട്യൂബറെ കണ്ടിട്ട് വന്നിട്ട് കൈ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇതിനെ കണ്ടുപോകാൻ ആൾക്കാർ വരുന്നുണ്ട്. നീ പൊളിയാണ്. 200 എണ്ണ പറ്റുമോ? 200 എണ്ണ, പക്ഷെ അത് ആർക്കെങ്കിലും കിട്ടുന്നതല്ലേ. നമുക്ക് കുറച്ച് സഹായിച്ചിട്ട് നല്ല ആൾക്കാർ പോകുന്നത്. ഇവർക്ക് പകരമായിട്ട് വേണമെങ്കിൽ ഞാൻ എണ്ണി കൊടുക്കാം. അങ്ങനെ എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഡെയിലി കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നേക്കാൾ അർഹതപ്പെട്ട ഒത്തിരിയേറെ ആളുകളുണ്ടാകും. അവർക്ക് ഇത് ഉപകാരപ്പെടും. കാരണം നിങ്ങളുടെ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ ഇപ്പോഴും കാണുന്നതാണ്. അതുകൊണ്ട് എന്നേക്കാൾ അർഹതപ്പെട്ട ഒരാൾക്ക് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ആ വ്യക്തി പറയുന്നുണ്ട്. അപ്പോൾ അലിയോട് ഉബൈദ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ എണ്ണം അതിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഈ പ്രവൃത്തി നല്ലതാണ്, അത് ദൈവം നിങ്ങൾക്ക് നല്ല അനുഗ്രഹങ്ങൾ നൽകും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞ് കടന്നു പോകാൻ വയ്ക്കുമ്പോൾ ഒരു ലോട്ടറി വിൽക്കുന്ന ഒരു ചേട്ടൻ അടുത്ത് വരുന്നുണ്ട്. ഉടനെ ഈ അലി എന്ന വ്യക്തി ഉബൈദിനോട് പറയുന്നൊരു കാര്യം, വേണമെങ്കിൽ ഇദ്ദേഹത്തിന് വേണ്ടി ഞാൻ ആ പൈസ എണ്ണാം. അപ്പോൾ ആ ചലഞ്ച് 30 സെക്കൻഡേ ഉള്ളൂ. 30 സെക്കൻഡ് കൊണ്ട് എണ്ണിയെടുക്കുന്ന പൈസ ആൾക്ക് സ്വന്തമാക്കാം എന്നുള്ളതാണ് ചലഞ്ച്. ആ വ്യക്തി വളരെ വേഗം ആ പൈസ എണ്ണുന്നുണ്ട്. ഡെയിലി പൈസ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. വളരെ ഫാസ്റ്റായിട്ടാണ് ആ വ്യക്തി എണ്ണുന്നത്. അങ്ങനെ 12,600 ആണെന്ന് തോന്നുന്നു ആ വ്യക്തി എണ്ണിയെടുക്കുന്ന തുക. അത്രയും തുക കിട്ടിയപ്പോൾ അത് സന്തോഷത്തോടു കൂടെ ആ ലോട്ടറി വിൽക്കുന്ന ആളുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ആ ലോട്ടറി വിൽപ്പനക്കാരൻ്റെ കണ്ണും നിറയുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഉബൈദിൻ്റെ മനസ്സും നിറയുന്നുണ്ട്. തീർച്ചയായും ആ മുഖത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയല്ലേ? കാരണം തനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയുണ്ട് എന്ന് തിരിച്ചറിയുന്ന വ്യക്തി, തന്നേക്കാൾ അർഹതപ്പെട്ടവർ അകലെയുണ്ട്, അവർക്ക് അത് ഉപകാരപ്പെടട്ടെ. കാരണം തീർച്ചയായും ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന, അതേപോലെ തന്നെ മൈജിയെ ഫോളോ ചെയ്യുന്നവർക്ക് 500ൻ്റെ നോട്ടുകൾ എടുത്തെണ്ണാം. അല്ലാതെ അദ്ദേഹത്തെ മാത്രം ഫോളോ ചെയ്യുന്ന 200ൻ്റെ നോട്ടുകൾ എടുത്തെണ്ണാം. എണ്ണിത്തീരുന്ന പൈസ അവർക്കുള്ളതാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ച. പലരും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുക. മുമ്പ് ഒരു യൂട്യൂബറിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തത് നിങ്ങൾക്കറിയാം അല്ലേ? ബസ്സിൽ വീഡിയോ എടുത്ത് അത് എങ്ങനെയാണ് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി, സ്വന്തം റീച്ച് കൂട്ടുക, അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ഉപയോഗിച്ചപ്പോൾ ഇവിടെ ഒരു യൂട്യൂബർ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക. തീർച്ചയായും ഇത് അദ്ദേഹത്തിൻ്റെ വ്യൂസ് കൂട്ടുന്നുണ്ടാകാം, പക്ഷേ അദ്ദേഹം മറ്റുള്ളവർക്ക് ഹെൽപ്പാവുന്ന രീതിയിലാണ് ആ ഇത് ഉപയോഗപ്പെടുത്തിയത്. പലപ്പോഴും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചിലവഴിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ഇതുപോലെയുള്ള മനുഷ്യർ തീർച്ചയായും ഒരു വലിയ ഉദാഹരണമാണ്. എന്തിനു വേണ്ടി? സ്വയം വളരുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കൈപിടിച്ചുയർത്താനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്ന ഒരു ബോധ്യം നൽകുന്നതിന്. പ്രിയമുള്ളവരെ, ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ എന്നെയും ആകർഷിച്ചത് അതുതന്നെയാണ്. ഇതിലൂടെ അദ്ദേഹം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ വലിയൊരു സന്ദേശം നൽകുന്നുണ്ട്. കാരണം നിങ്ങളും വിചാരിച്ചാൽ പല വഴികളിലൂടെയും മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും.
പ്രത്യേകിച്ച് നമ്മളൊരു നോമ്പ് കാലത്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ നോമ്പ് കാലത്ത് നമുക്കും ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് നമ്മളെക്കൊണ്ട് ആവുന്ന രീതിയിൽ മറ്റുള്ളവരെ കൈപിടിച്ചുയർത്തുക, മറ്റുള്ളവരുടെ മുമ്പിൽ സഹായമായിട്ട് കടന്നു വരിക, അവരെയും കൂടി ചേർത്ത് നിങ്ങൾ ഒരുമിച്ച് പോവുക. ആ അലിയെയും മറന്നു കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം എന്നേക്കാൾ അർഹതപ്പെട്ടവൻ അപ്പുറത്തുണ്ട് എന്ന ആ ബോധ്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ഫാസ്റ്റായിട്ട് എന്താ എനിക്ക് കിട്ടാൻ പോകുന്നില്ല, എന്തിനാ ഞാൻ ഇത്ര ഫാസ്റ്റായിട്ട് എണ്ണുന്നത് എന്ന് ചിന്തിക്കാമായിരുന്നു. പക്ഷേ എത്ര കൂടുതൽ കിട്ടുന്നു അത് മറ്റുള്ളവന് വലിയ സഹായമാകും എന്ന ബോധ്യത്തിലായിരുന്നു അദ്ദേഹം വളരെ ഫാസ്റ്റായിട്ട് എണ്ണി ആ 12,600 രൂപ കരസ്ഥമാക്കിയത്. അതുകൊണ്ട് ഇതുപോലെയുള്ള പ്രവൃത്തികൾ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അതിന് നിങ്ങളും പരിശ്രമിക്കുക. അപ്പോൾ ഈ നോമ്പ് കാലത്ത് ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവരെ കൈപിടിച്ച് ഉയർത്താൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.